Hey BCom and BBA students. Looking for FY UGP classes for BCom and BBA. Looking for summarized notes. Need university updates and exam preparation methods. Do you want all this for free? Join our WhatsApp channel now. അപ്പോൾ നമ്മളിവിടെ ഈ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഇവിടെ നോക്കാൻ പോകുന്നത് ഇഷ്യൂ ഓഫ് 2 ക്ലാസ്സസ് ഓഫ് ഷെയർ. ഓക്കെ, 2 ക്ലാസ്സസ് ഓഫ് ഷെയർ, 2 ക്ലാസ് ഓഫ് ഷെയർ ഉണ്ട്. അതായത് ഇക്വിറ്റി ഷെയറും ഉണ്ട്, പ്രിഫറൻസ് ഷെയറും ഉണ്ട്. അപ്പോൾ ഈ 2 തരം ഷെയറും ഒരുമിച്ച് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ജേണൽ എൻട്രി ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്ത സൊല്യൂഷൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് നിങ്ങളത് നോട്ടിലേക്ക് എഴുതിയാൽ മതി. ഞാൻ പ്രത്യേകമായിട്ട് അത് നോട്ട്ബുക്കിലേക്ക് എഴുതി കാണിച്ചു തരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് രീതി രണ്ടിനും സെയിം തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയൊരു മാറ്റം മാത്രമേ ഈ ഒരു ചോദ്യത്തിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. When a company issues both equity and preference shares, then the journal entries are written separately for each type of share capital. അതായത് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ജേണൽ എൻട്രീസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരുമിച്ചല്ല നമ്മൾ എഴുതേണ്ടത്, രണ്ടും കൂടി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എഴുതി പോകുക എന്നുള്ളതാണ്. In order to distinguish one type of share from the other, the name of the share, that is equity or preference, must be used with the word share. Example, equity share capital account. ഓക്കെ, അതായത് എന്താ അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിന് മുൻപ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട്, ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അല്ലെങ്കിൽ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എന്നൊക്കെ എഴുതിയത്. ഇങ്ങനെ 2 ക്ലാസ് ഓഫ് ഷെയർ ഒരു ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിനെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എഴുതുക, ഒന്നിനെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനാക്കിയിട്ട് എഴുതുക. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് അതിൻ്റെ സൊല്യൂഷൻ നോക്കണ നേരത്തെ നമുക്കിത് ക്ലിയർ ആകും. അപ്പോൾ ഇതാണ് ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇഷ്യൂ ഓഫ് 2 ക്ലാസ്സസ് ഓഫ് ഷെയർ എന്നുള്ള ആ ഹെഡിങ് മാത്രം എഴുതി വെക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് നേരത്തെ തന്നോ അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന സ്ലൈഡിൽ കാണുന്ന ഈ പറയുന്ന പാരഗ്രാഫ് നിങ്ങൾ എഴുതണമെന്നില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ എക്സാമ്പിൾ 4. അപ്പോൾ എക്സാമ്പിൾ 4 എന്താ പറയുന്നത്? എ ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് വിത്ത് ആൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് 50 lakh ഡിവൈഡഡ് ഇൻറ്റു 30,000 പ്രിഫറൻസ് ഷെയർ ഓഫ് 100 each ആൻഡ് 20,000 ഇക്വിറ്റി ഷെയർ ഓഫ് 100 each. അതായത് മൊത്തം 50 ലക്ഷമാണ് നമ്മുടെ എ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ അതിൽ ബാധിക്കാത്തൊരു കാര്യമാണ്. ചില കേസിൽ നമുക്ക് നോക്കേണ്ടി വരും, പക്ഷേ ഈ ഒരു കണക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് 30,000 പ്രിഫറൻസ് ഷെയറുകൾ 100 രൂപ വെച്ചിട്ട് ആണ്. 30 ലക്ഷത്തിൻ്റെ പ്രിഫറൻസ് ഷെയർ ഇറക്കാൻ സാധിക്കും, 20 ലക്ഷത്തിൻ്റെ ഇക്വിറ്റി ഷെയർ ഇറക്കാൻ സാധിക്കും. കാര്യം 20,000 ഇക്വിറ്റി ഷെയർ 100 രൂപ വെച്ചിട്ടാണ് ഇറക്കുന്നത്. ഓക്കെ, out of these 15,000 preference shares and 10,000 equity shares were issued to public. അപ്പോൾ ഇതിൽ 15,000 ഇക്വിറ്റി ഷെയറും 15,000 പ്രിഫറൻസ് ഷെയറും 10,000 ഇക്വിറ്റി ഷെയറും പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ദീസ് ഷെയർസ് വെയർ പേബിൾ ആസ് അണ്ടർ. അപ്പോൾ ഈ ഷെയറുകൾ എങ്ങനെയാണ് പേ ചെയ്യേണ്ടത്? അപ്പോൾ ഇതിൽ അപ്ലിക്കേഷൻ പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറിലും 30 രൂപയാണ്. അലോട്ട്മെൻറ്റ് പ്രിഫറൻസ് ഷെയർ 30 രൂപയാണ് വാങ്ങുന്നത്, അത് ഇക്വിറ്റി ഷെയർ 40 രൂപയാണ് വാങ്ങുന്നത്. ഫസ്റ്റ് കോള് എന്താണ്? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ പ്രിഫറൻസ് ഷെയർ 40 ആണ്, അത് ഇക്വിറ്റി ഷെയർ 30 ആണ്. ഓൾ ദീസ് ഷെയർസ് ആർ പെയ്ഡ് ഇൻ ഫുൾ പാസ് ജേണൽ എൻട്രീസ്. ഓക്കെ, ഇതിൻ്റെ ജേണൽ എൻട്രീസ് പാസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഷെയർ അപ്ലിക്കേഷൻ്റെ ജേണൽ എൻട്രി ആണ് എഴുതേണ്ടത്. അപ്പോൾ സ്വതവേ നമുക്കറിയാം, ആദ്യം തന്നെ ബാങ്ക് ടു ഷെയർ അപ്ലിക്കേഷൻ, പിന്നെ ഷെയർ അപ്ലിക്കേഷൻ ടു ഷെയർ ക്യാപിറ്റലാണ് ചെയ്യുക, അല്ലേ? 2 ജേണൽ എൻട്രിയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്തിരിക്കുന്നത്? ആദ്യം തന്നെ ബാങ്ക് ടു പ്രിഫറൻസ് ഷെയർ ആപ്ലിക്കേഷനാണ്. ബാങ്ക് ടു പ്രിഫറൻസ് ഷെയർ ആപ്ലിക്കേഷൻ. എത്ര പ്രിഫറൻസ് ഷെയറാണ് ഇറക്കിയിരിക്കുന്നത്? 15,000 പ്രിഫറൻസ് ഷെയറാണ് ഇറക്കിയിരിക്കുന്നത്. ഒരു പ്രിഫറൻസ് ഷെയറിൻ്റെ വില 30 രൂപയാണ്. അപ്പോൾ 15,000 × 30 4,50,000. അതാണ് ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇക്വിറ്റി ഷെയറും എന്താണ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടു ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ അതെത്രയാണ്? 10,000 ഇക്വിറ്റി ഷെയർ ഇറക്കിയിരിക്കുന്നത്. ഒരു ഷെയറിന് 30 രൂപ വെച്ചിട്ടാണ് ആപ്ലിക്കേഷൻ നേരത്തെ വാങ്ങുന്നത്. അപ്പോൾ എന്താണ്? 3 ലക്ഷം. അപ്പോൾ ആദ്യം പ്രിഫറൻസിൻ്റെ എഴുതുക, ഇക്വിറ്റീൻ്റെ എഴുതുക. അത് ഏത് ഓർഡറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതിയ ഓർഡർ തന്നെ എന്താണ് റെസ്റ്റ് ഓഫ് ദി ആൻസർ എന്നാണ്, അതേപോലെ തന്നെ ആ ഓർഡർ തന്നെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ആപ്ലിക്കേഷൻ്റെ ആദ്യത്തെ ജേണൽ എൻട്രി ആയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട്
ആപ്ലിക്കേഷൻ്റെ രണ്ടാമത്തെ ജേണൽ എൻട്രി എന്താ വരുന്നത്? പ്രിഫറൻസ് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അതെത്രയാണ്? 4,50,000. പിന്നെ എന്താണ്? ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അത് 3,00,000. രണ്ടാമത്തെ ജേണൽ എൻട്രി, അതും രണ്ടെണ്ണമായിട്ട് എഴുതണം. പ്രിഫറൻസിനൊന്ന്, പിന്നെന്താണ്? ഇക്വിറ്റിക്ക് ഒന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ വരുന്നത്? അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ അലോട്ട്മെൻറ്റിൻ്റെ കേസ് ഇവിടെ ശ്രദ്ധിക്കുക. പ്രിഫറൻസ് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്, പ്രിഫറൻസ് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അതേപോലെ ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. 15,000 ഷെയറാണ്, 30 രൂപയാണ് അലോട്ട്മെൻറ്റിന്. ഇവിടെ 10,000 ഷെയർ, 40 രൂപയാണ് അലോട്ട്മെൻറ്റിന്. അപ്പോൾ ഇവിടെ 4,50,000 വരിക, ഇവിടെ 4 ലക്ഷം വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് അലോട്ട്മെൻറ്റിൻ്റെ ആദ്യത്തെ ജേണൽ എൻട്രി. ഇനി രണ്ടാമത്തെ ജേണൽ എൻട്രി നോക്കണം. രണ്ടാമത്തെ ജേണൽ എൻട്രി ശ്രദ്ധിക്കുക. ബാങ്ക് ടു പ്രിഫറൻസ് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എത്രയാണ്? 4,50,000, 4,50,000. പിന്നെ ബാങ്ക് ടു ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് 4 ലക്ഷം, 4 ലക്ഷം. ഓക്കെ, നറേഷനൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് കോളാണ്. അപ്പോൾ ഫസ്റ്റ് കോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ, ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഇത് പ്രിഫറൻസ് ആകുമ്പോൾ ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എഴുതുക, ഇക്വിറ്റി ആകുമ്പോൾ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എഴുതുക. ഇവിടെ 6 ലക്ഷം എഴുതുക, ഇവിടെ 3 ലക്ഷം എഴുതുക. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ജേണൽ എൻട്രി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ജേണൽ എൻട്രി നിങ്ങൾ ശ്രദ്ധിക്കുക. ബാങ്ക് അക്കൗണ്ട് ടു പ്രിഫറൻസ് ഷെയർ ഫസ്റ്റ് കോൾ, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ, അതേപോലെ ബാങ്ക് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഇത് 6 ലക്ഷം, ഇത് 3 ലക്ഷം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ജേണൽ എൻട്രി. അത് 2 ക്ലാസ് ആകുമ്പോൾ 2 രീതിയിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൃത്യമായിട്ട് ആൻസേഴ്സ് നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതി വെക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുക. ഓക്കെ.